ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായലാർ. ഹൈ എൻ്റെ ക്യാമറ കയ്യിലുള്ള ഒരാൾ ഓട്ടോ മോഡിൽ ഫോട്ടോസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡിൽ ഫോട്ടോസ് എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു ക്യാമറയിൽ ഓട്ടോ മോഡിൽ ചിത്രങ്ങൾ എടുക്കുന്നതിൽ ഒരിക്കലും ഒരു തെറ്റുമില്ല. വളരെ ഹെൽപ്ഫുൾ. അതായത് ഫോട്ടോഗ്രാഫറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ മാനുഫാക്ചർ അതിനകത്ത് ഓട്ടോമാറ്റിക് മോഡ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു ഔട്ട്ഡോറിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഉള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഷൂട്ട് ചെയ്യാണ്, നിങ്ങൾക്ക് ഓട്ടോ മോഡിൽ ഷൂട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഹൈ എൻ്റെ ക്യാമറയിൽ എപ്പോഴും നിങ്ങൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ കിട്ടാൻ ഓട്ടോ മോഡാണ് നല്ലതെങ്കിൽ, നിങ്ങളുടെ വർക്ക് എളുപ്പമാക്കി തീർക്കുന്നത് ഓട്ടോ മോഡാണെങ്കിൽ നിങ്ങൾ ഓട്ടോ മോഡിൽ തന്നെ ഷൂട്ട് ചെയ്യുക. ഇനി ചില സിറ്റുവേഷൻസിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഓട്ടോ മോഡ് വിജയിക്കാതെ വരും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫയർ വർക്ക്സ് ചെയ്യുകയാണ്, അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ മോഡ് അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ചിത്രങ്ങൾ പകർത്താൻ നിങ്ങളെ സഹായിക്കില്ല. ആ സമയത്ത് നിങ്ങൾ ഒരല്പം സെമി ഓട്ടോമാറ്റിക് മോഡിലേക്ക് അല്ലെങ്കിൽ സെമി മാനുവൽ മോഡിലേക്ക് നിങ്ങൾ മാറുന്നത്. അതായത് നമ്മുടെ ക്യാമറയിൽ ഉള്ള ഷട്ടർ പ്രയോറിറ്റി അല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു സെമി ഓട്ടോമാറ്റിക് എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫോട്ടോഗ്രാഫറിന് കൺട്രോൾ ഉണ്ട്, എന്നാൽ മുഴുവൻ കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള മോഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതും പരാജയപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നിങ്ങളൊരു ഫയർ വർക്ക്സ് ഷൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈറ്റ് പെയിൻറ്റിങ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ, അതേപോലെ സ്റ്റാർ ട്രെയിൽസ്, ഗാലക്സി, മിൽക്കി വേ ഷൂട്ട്, ഇതിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഈ സെമി ഓട്ടോമാറ്റിക്കും ഫങ്ഷൻസൊക്കെ പരാജയപ്പെട്ടു പോകും. ആ സമയത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും മാനുവൽ മോഡ് എന്ന ആ ഒരു മോഡിലേക്ക്, ഫുൾ മാനുവൽ മോഡ് എന്ന ആ മോഡിലേക്ക് പോകേണ്ട കാര്യമുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓട്ടോ മോഡിൽ ചിത്രങ്ങൾ എടുത്തിട്ട്, ക്യാമറ എന്നത് ഒരു ഉപകരണം മാത്രമാണ്. അൾട്ടിമേറ്റ്ലി അതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് അത് നല്ല ചിത്രങ്ങളാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫയർ വർക്ക്സ്, ലൈറ്റ് പെയിൻറ്റിങ്, മിൽക്കി വേ ഷൂട്ട്, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫ്രീസ് ആക്ഷൻ, ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫി, സ്പോർട്സ്, വൈൽഡ് ലൈഫ്, അല്ലെങ്കിൽ ടൈം ലാപ്സ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക് മോഡിൽ ഫോട്ടോഷൂട്ട് സക്സസ്ഫുൾ ആവാതെ വരികയും ആ സമയത്ത് നിങ്ങൾ മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയും ആണ് ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നിങ്ങളുടെ ക്യാമറയുടെ ഓരോ ഫങ്ഷൻ, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷട്ടർ, ആ ബട്ടൺ, നിങ്ങളുടെ ക്യാമറയുടെ ഗ്രിപ്പ്, അതിൻ്റെ പുറത്തുള്ള റെക്സിൻ കവറിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിങ്, അതിനൊക്കെ ഒരു ആയുസ്സുണ്ട്. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ മാനുവൽ മോഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓരോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ അതിൻ്റെ പല ഡയൽസും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നിങ്ങളുടെ ക്യാമറയുടെ ആയുസ് കുറക്കും. അതേസമയത്ത് നിങ്ങൾ ആ ഒരു ഓട്ടോ മോഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓട്ടോ മോഡിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡിജിറ്റലി കൺട്രോൾസ് ആണ് പോകുന്നത്. അതിനകത്ത് തേയ്മാനം വരുന്നില്ല, ഫിസിക്കൽ മൂവ്മെൻറ്റ്സിലാണ് തേയ്മാനം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ മോഡിൽ ഒരു ചിത്രം നന്നായി പകർത്തിയെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓട്ടോ മോഡിലേക്ക് പോവുക. ഇനി ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഫോട്ടോഷൂട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഓട്ടോ മോഡ് സക്സസ് ആവാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ, മഞ്ഞ്, പുക, ലൈറ്റ് പെയിൻറ്റിങ്, ഫയർ വർക്ക്സ്, ഇങ്ങനെയുള്ള മിൽക്കി വേ, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡ്സോ പോരാതെ വരും. നിങ്ങൾ ആ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി പരാജയപ്പെട്ടു പോകും. അപ്പോൾ ആ സമയത്ത് മാത്രം നിങ്ങൾ മാനുവൽ മോഡിൽ, അതായത് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ക്യാമറയുടെ മോഡ് സെലക്ട് ചെയ്യുക. ഒരിക്കലും DSLR കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈ എൻഡ് പ്രൊഫഷണൽ ക്യാമറയുണ്ട്, നിങ്ങൾ നല്ല റിച്ചായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങൾ നിക്കോണിൻ്റെ D850 അല്ലെങ്കിൽ കാനൺ 5D Mark IV അല്ലെങ്കിൽ സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ക്യാമറയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ, നിങ്ങൾ വാങ്ങിക്കുക. അതിനകത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരിക്കലും തെറ്റില്ല. പക്ഷേ
നിങ്ങൾ ആ ക്യാമറയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു പരാതി പറയാതിരിക്കുക. കാരണം അങ്ങനെയുള്ള ക്യാമറകളിൽ ഒരുവിധം 99% ഫോട്ടോഷൂട്ടും ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് മോഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു നിമിഷത്തിൽ നിങ്ങൾ മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. മാനുവൽ മോഡിൽ അതിൻ്റെ ഓരോ സെറ്റിങ്സും പഠിക്കുക. ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫി ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാൻ കൂടുതലും പഠിപ്പിക്കുന്ന മാസ്റ്ററിങ് മാനുവൽ ഫോട്ടോഗ്രാഫി എന്ന ഒരു ടോപ്പിക്കാണ്. ഓട്ടോ മോഡിൽ ആർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ മാനുവൽ മോഡിലാകുമ്പോൾ അതിൻ്റെ അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO ഇങ്ങനെയുള്ള വൈറ്റ് ബാലൻസ് ഈ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് മാനുവൽ മോഡിൽ ഒരു സ്പെസിഫിക് ആയ ഒരു ചിത്രം നിങ്ങൾക്ക് പകർത്തിയെടുക്കാൻ പറ്റാത്തൊരു നിമിഷത്തിൽ നിങ്ങൾ സെമി ഓട്ടോമാറ്റിക്, അതായത് അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ് ഇതൊക്കെ ചിന്തിക്കുക. അതിലും നിങ്ങൾക്കത് സക്സസ് ആയി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഫുൾ മാനുവൽ എന്ന ആ ഒരു മോഡിലേക്ക് മാറുക. മാനുവൽ മോഡിലേക്ക് മാറുന്ന ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ക്യാമറയുടെ ഫുൾ ഫങ്ഷൻ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് ചിത്രം പകർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വലിയൊരു ക്യാമറ, നല്ല എക്സ്പെൻസീവായ ഒരു ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഓട്ടോമാറ്റിക് മോഡിൽ ചിത്രങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. എപ്പോഴും ക്യാമറയോ അത് മാനുഫാക്ചർ ചെയ്ത ആളോ ഒന്നുമല്ല ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. നിങ്ങളെടുത്ത ചിത്രം കറക്റ്റ് എക്സ്പോഷർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അതുകൊണ്ട് സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ മോഡിൽ പോവുക. നിങ്ങൾക്ക് ഏതെങ്കിലും നിമിഷത്തിൽ നിങ്ങൾ ഓട്ടോ മോഡ് പരാജയപ്പെടുമ്പോൾ മാത്രം നിങ്ങൾ മാനുവൽ മോഡിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക. ഫുൾ ടൈം നിങ്ങൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കായിട്ട് റെഫർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ റഷീദ് തയ്ലാർ. ബൈ.